വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കാണുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ലാലേട്ടന്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാൽ. അപ്പൊ പ്രണവ് മോഹൻലാലിനെ പറ്റി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ല. ഏതേലും കാട്ടിലും മാട്ടിലും ഒക്കെ കയറി നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രണവ് മോഹൻലാൽ. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ല. അപ്പൊ പ്രണവിനെ പറ്റിയിട്ടാണെങ്കിൽ നമ്മുടെ FTQ വിത്ത് രേഖാ മേനോൻ എന്ന് പറയുന്ന ചാനലിൽ നമ്മുടെ സുചിത്ര മാം, പ്രണവിന്റെ അമ്മയായിട്ടുള്ള ആ മാം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രണവിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിലരെ പറ്റി ചില കാര്യങ്ങളൊക്കെ പറയാനും ഉണ്ട്. എന്തായാലും മാമിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. What is that Appu likes? പ്രണവ് ഇഷ്ടമുള്ളൊരു അപ്പുവിന് ചപ്പാത്തിയും ബീഫ് കറി, ബീഫ് ഫ്രൈ. അതാണ് അവന്റെ ഫേവറേറ്റ് ഗോ ടു ഫുഡ്. ഈ അപ്പുനുണ്ടല്ലോ ഇത് ചില ഈ ആ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് ചില പിടിവാശികൾ ഉണ്ടാവോ? ഉണ്ടോ പ്രണവിന്? അപ്പുവിന് അങ്ങനെ വാശിന്ന് പറയാൻ ഇല്ല. അവൻ വന്നിട്ട് പക്ഷെ അവൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്യ പറഞ്ഞ അവന്റെ എന്താ ഇത് വെച്ചാൽ അതേ ചെയ്യുള്ളൂ. സിനിമ അങ്ങനെയാണോ സെലക്ഷൻ? ആണല്ലേ. ഇതുവരെ ചെയ്തൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രം. എനിക്ക് വേറെ ഒന്നല്ല, നോട്ട് ബീങ് എ വെരി ഇൻട്രൂസീവ് മദർ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ പോയിരുന്ന് കേൾക്കും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ചോയ്സ് ഇസ് ഹിസ്. എന്നാലും അങ്ങനെ ഇപ്പൊ എനിക്കറിയാം സ്പെയിനില് എവിടെയോ രാജ്യത്ത് ഇങ്ങനെ എന്താ പറയാ സ്വന്തം ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കഥകളും കവിതകളും പിക്ചേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നൊക്കെ ഒരു വേറെ ലെവലാണ്. അപ്പോ ചില സമയത്ത് തോന്നാറുണ്ട് സുചിക്ക് വേണ്ട ഇവൻ ഇവിടെ തന്നെ ഇരുന്ന് സിനിമകൾ കൂടുതൽ ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ചിലപ്പോ തോന്നും. ഈ അവൻ വന്നിട്ട് ഇപ്പം ചിലപ്പോ ഒരു 2 years ഒരു പടം അങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ പറയും ഡു 2 in a year. അതെ, ഓക്കെ, ഡു 2 in a year. ഇത് കേൾക്കുമ്പോഴത്തേക്കിനെ ഓക്കെ, ഇപ്പൊ പ്രണവ് മോഹൻലാലിനെ പോലുള്ള ആൾക്കാരുടെ ഒക്കെ സിനിമകൾ ഇഷ്ടം പോലെ വരും. അപ്പം ആ സിനിമ 2 in a year എന്നൊക്കെ പറയാൻ ഈ ഒരു അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്, മാമിന് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ 2 രൂപ കാണുമ്പോഴും പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു താരപുത്രനായതുകൊണ്ട് നെപ്പോട്ടിസം, ഓക്കെ, ആ നെപ്പോട്ടിസം ഉള്ളതുകൊണ്ട് ഇതുപോലെ ഇത്രയും സിനിമകൾ വരുന്നുണ്ട്. വർഷത്തിൽ 1 സിനിമ ചെയ്യണോ 2 സിനിമ ചെയ്യണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ സിനിമ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇല്ലേ? ഇവർക്കൊക്കെ കഥ കേൾക്കാൻ പോയിട്ട് ഇതിന്റെ അയലത്തൂടെ പോകാനുള്ളൊരു അവകാശം പോലും കിട്ടുന്നില്ല. അതിനുള്ള വാതിലുകളൊന്നും എവിടെയും തുറക്കുന്നില്ല. എത്രയോ ആൾക്കാർ സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പ്ലീസ് പ്രണവ്, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സിനിമകൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലത്തെ പയ്യന്മാർക്കൊക്കെ ആണെങ്കിൽ ഒരു അവസരം വാങ്ങിച്ച് കൊടുക്കും എന്നെനിക്ക് പറയാനുള്ളൂ. കാര്യം നെപ്പോട്ടിസം ഇല്ലാതെ ഇവിടെ വന്ന് വളർന്ന് വലുതാകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വരാനെ കൊണ്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പലർക്കും അതിന് പല സിറ്റുവേഷൻസ് കാരണം കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കിട്ടുന്ന സിനിമകൾ ബാക്കിയുള്ളതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബാക്കി പിള്ളേർക്കൊക്കെ താടേ. എനിക്ക് വന്നിട്ട് എന്റെ വേറെ കുറെ ഐ ഫീൽ അവൻ പറയുമ്പോ എനിക്ക് അത് വന്നിട്ട് അങ്ങനെ കറക്റ്റ് ആയി തോന്നില്ല ചിലപ്പം. ബട്ട് പിന്നെ ആലോചിക്കുമ്പോ ഐ ഫീൽ വാട്ട് ഹി സെയിങ് ഇസ് കറക്റ്റ്. ഇറ്റ്സ് എ ബാലൻസ്. അതിന് വന്നിട്ട് ഇതൊരു സൈഡില് പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവൻ സ്പെയിനിന് പോയിട്ടുണ്ട്. ഹീസ് ഗോൺ ടു ഡു ദേ കോൾ ഇറ്റ് എ വർക്ക് അവേ. അത് വന്നിട്ട് അവിടെ ഏതോ ഫാമിലോ എനിക്കറിയില്ല എവിടെയാണ്, അവിടെ എവിടെയോ പോയിട്ട് ജോലി ചെയ്യാനായിട്ട്. പൈസ ഒന്നും കിട്ടില്ല, ബട്ട് അവിടെ താമസവും ഫുഡും അവരുടെ വക. അവിടെ പോയി അപ്പൊ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അവിടെ പോയിട്ട് അപ്പോ അവിടെ പോയിട്ട് ജോലി ചെയ്ത് മേ ബി ചിലപ്പോ അവിടുത്തെ ഹോഴ്സസിനെ നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഈ ആട്ടുകുട്ടീനെ നോക്കാൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇറ്റ് ഈസ് ഇൻ നേച്ചർ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിച്ചണിലൊക്കെ നമ്മുടെ കൈയൊക്കെ പിടിച്ച് വിശേഷങ്ങളൊക്കെ പറയോ? നമ്മുടെ കൈയൊക്കെ പിടിച്ച് അതൊക്കെ ചിലപ്പോ ഒരു നമ്മൾ പറയും എന്നെ ഇളകിന്ന്, എന്താ വെച്ചാൽ അപ്പൊ വേറെ ഒരു മോഡവും ഇളകി. അപ്പൊ അവൻ വേറൊരു ആരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഇത്. അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഒരു വേറൊരു ഇതില്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അവിടെ സ്പെയിനിലൊക്കെ ആണെങ്കിൽ ആട്ട് ഫാമിലൊക്കെ നിന്ന് ഹോഴ്സസിനെ നോക്കുക, ആടിനെ മേയ്ക്കുക, ഇങ്ങനെയൊക്കെ നടക്കാണ്. എടി, ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് ഇത്. നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളുണ്ട്. തലണയ്ക്ക് പകരം അല്ലെങ്കിൽ മെത്തയ്ക്ക് പകരം കട്ടിൽ പണച്ചാക്ക് വെച്ചിട്ട് കിടക്കാനുള്ള അത്രത്തോളം ആസ്തിയുള്ള ആൾക്കാരാണ്. അവർക്കൊരും കൃത്യമായിട്ട് കണക്കറിയത്തില്ല എത്രത്തോളം പൈസ അവരുടെ കയ്യിലുണ്ടെന്ന്. എന്നിട്ടും ഇങ്ങനൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനാണ് താല്പര്യം, ജീവിച്ചു. പൈസ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് കൊണ്ട് താടേ. കുറച്ചൊക്കെ കുറെ ആൾക്കാർ പറയും പൈസ അല്ല ലൈഫിൽ ഭയങ്കര വാല്യൂ എന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്. ഇപ്പൊ പ്രണവിനെ പോലെ ഒരാൾക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഇത്രയും ഫാമിലി ഫിനാൻഷ്യലി സെറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ വേറെ കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട്, ഇതാ കുറെ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, പൈസയല്ല വലുത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഒരു മറുപടി പറയാണ്. എൻ്റെ മറുപടിയല്ല, നമ്മുടെ പ്രമുഖനായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ഷാറൂഖ് ഖാൻ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട്. അതായത്
പൈസ ഇല്ലാത്ത ഒരാൾക്ക്, അതായത് പൈസ ഉള്ളവന് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്, പൈസയല്ല ജീവിതത്തിലെ വലിയ കാര്യം, പൈസ ഇല്ലാതെ നമുക്ക്, പൈസ അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ വാല്യൂ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. പക്ഷെ പൈസ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പൈസ തന്നെയാണ്. അവന് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാകുന്ന സാധനം ഈ പറയുന്ന പൈസയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പൈസ ഇല്ലാതെ നമ്മുടെ ഈ ലോകത്ത് ഒന്നും നേടാനില്ല, ഒന്നുമില്ല. അതുകൊണ്ട് പൈസയല്ല ലോകത്തിൽ ബാക്കിയുള്ളത് എന്നൊക്കെ പറയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതൊരു പണക്കാരന് മാത്രമായിരിക്കും. അതില്ലാത്തവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അതില്ലാത്തവൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക ആ പൈസയ്ക്ക് തന്നെയാണ്. ആ പൈസ ഇല്ലെങ്കിൽ അവനൊരു ബിഗ് സീറോയാണ്, ബിഗ് സീറോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും ഇതിനെ ഭയങ്കര ബഹുത്വവൽക്കരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ പറ്റിയിട്ട് നമ്മുടെ പ്രണവിനെ പറ്റിയിട്ട് നമ്മുടെ ജിത്തു ജോസഫ് സാർ ആണെങ്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കാം. പ്രണവ് എന്ന വ്യക്തിക്ക് ഒരു മാറ്റമില്ല. അയാൾ ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ലാലേട്ടനുമായിട്ട് നമുക്ക് ഒരു സാമ്യം എനിക്ക് തോന്നുന്നു. അഭിനയത്തിൽ സാമ്യം ഉണ്ടാകാൻ പാടില്ല, അഭിനയത്തിൽ ലാലേട്ടനെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ഈ പ്രണവ് മോഹൻലാലിന്റെ ഒരു ശൈലി ക്രിയേറ്റ് ചെയ്യണം, അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ അച്ഛൻ്റെ ഒത്തിരി നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് പ്രൊഫഷണലിസം, ഡയറക്ടേഴ്സ്, ആക്ടർ, അതായത് ലാലേട്ടൻ തുടങ്ങിയപ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്. പ്രണവ് ഇങ്ങനെ തുടങ്ങുന്നു, ഇനി ഏത് കാഴ്ച പോലും പ്രണവ് ഇങ്ങനെ ആയിരിക്കും, കാരണം അതാണ് അവൻ്റെ ക്യാരക്ടർ. അത് ലാലേട്ടനും അതേ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഡൗൺ ടു എർത്താണ് എല്ലാവരുമായിട്ട്. ഇതിപ്പം ഞങ്ങൾ ഹൈദരാബാദ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് അവിടെ ലൊക്കേഷൻ വന്നു, ഇത് പടം മലയാളപ്പടം എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് മോഹൻലാലിൻ്റെ മണ്ണ്. അപ്പോൾ അവർക്ക് മോഹൻലാലിൻ്റെ മണ്ണ്. ഓക്കെ, ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചു, മോഹൻലാലിൻ്റെ മകനെ എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ സൈഡിൽ, അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ അതിൻ്റെ ഇത് മരിച്ചൊക്കെ അവിടെ സിഗരറ്റൊക്കെ വലിച്ച് അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. എൻ്റെ വർത്തമാനം പറഞ്ഞു. പുള്ളി ഇങ്ങനെ നോക്കി, ഇതാ എന്ന് ചോദിച്ചു. അവൻ അതെന്ന് പറഞ്ഞു. ഇവൻ പോകുന്നില്ല. കുറേ എല്ലാം കഴിഞ്ഞിട്ട് ടേക്കിൻ്റെ സമയത്ത് അപ്പു കയറി വന്ന് ടേക്ക് കഴിഞ്ഞ് പോയി കട്ട് വരുമ്പോൾ വീണ്ടും വേറെ അങ്ങോട്ടോ പോയി. അപ്പോൾ പുള്ളി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ സത്യത്തെ വിശ്വസിച്ചില്ല, നിങ്ങൾ പറ്റിക്കാൻ പറഞ്ഞാന്നാണ് വിചാരിച്ചത്. കാരണം അവനങ്ങനെ സാധാരണക്കാരനായിട്ടാണ് ജീവിക്കുന്നത്, സാധാരണക്കാരനായിട്ട് ജീവിക്കാനാണ് അവന് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാത്തത്. കാരണം അവൻ്റെ ഒരു പ്രൈവസി, അവൻ്റെ ഒരു ലൈഫ്, അവൻ അതിന് ഒത്തിരി വില വന്നിരിക്കുന്നത്. വാരി വലിച്ച് സിനിമ ചെയ്യാൻ അവനില്ല, താല്പര്യമില്ല. ഇപ്പം ചെയ്തു, ഇനി അടുത്ത പടം പതൊക്കെ ചെയ്യാം, അവന് ട്രാവൽ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, നീൻ്റെ സ്വപ്നങ്ങളൊന്നും കളയണ്ട. അപ്പോൾ ലാലേട്ടും സൂചിച്ച് അവൻ അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിൽ അഭിനയിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവർ. പക്ഷേ അവന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അവൻ നല്ല കഥ നോക്കി, നല്ല സ്ക്രിപ്റ്റ് നോക്കി, അവന് വ്യക്തമായ ധാരണകളുള്ളൊരു ചെറുപ്പക്കാരനാണ്. അല്ലാതെ അങ്ങനെ പിന്നെ ഇത് വലിയൊരു ക്രൈസ് എന്നും പറഞ്ഞ അങ്ങനെ ഇതല്ല. എന്നാൽ അവന് പാഷനുണ്ട്. ഏത് ജോലി കൊടുത്താലും അതിനകത്ത് 100% അവനത് ഏറ്റാൽ 100%. ഓക്കെ, അപ്പോൾ ഒരു സിനിമ ഏത് സിനിമ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏത് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഇത്ര പൈസ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകണമെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ ഒക്കെ തീരുമാനിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അതൊക്കെ പ്രണവിൻ്റെ ഇഷ്ടമാണ്. അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട ചില ആൾക്കാരുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ജിത്തു ജോസഫ് സാറിൻ്റെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഇങ്ങോട്ട് വെച്ചേക്കുന്നത്, ചില ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കണം. ഈ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ കൊള്ളിച്ചും കൊള്ളിക്കാതെയും പറയുന്നില്ല, ദിയാ കൃഷ്ണനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പൊന്നു, കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ കിടന്ന് എന്നാ ഷോയും മേലെയായിരുന്നു. ഞങ്ങൾ സെലിബ്രിറ്റിയാണ്, ഞങ്ങളെ നാലാൾ അറിയുന്നവരാണ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ പൈസ ഉണ്ടാക്കുന്നത്, ഞങ്ങളുടെ ഫെയിം വെച്ചിട്ടാണ് ബാക്കിയുള്ളവർ കഞ്ഞി കുടിക്കുന്നത്. എന്താ കഥ? നിങ്ങളൊക്കെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ഈ താരപുത്രന്റെ മകൻ ഇത്രയും ഇട്ടുമൂടാൻ സ്വത്തുള്ള ആൾക്കാർ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയായി കാണിച്ച് കൂട്ടുന്നത് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് അനന്തുവിന്റെ ഒരു റിയാക്ഷൻ, അനന്തുവിനെതിരെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഞങ്ങളെ എവിടെയെല്ലാം വെച്ച് കാണും. കാരണം ഞങ്ങൾ സെലിബ്രിറ്റി അല്ലേ, ഫെയിം അല്ലേ. അയ്യോ, എന്തുവായിരുന്നു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു മോതല്. അത് മാത്രല്ല, വീട്ടിലെ കുടുംബക്കാർ മൊത്തത്തിൽ ഇതേപോലൊക്കെ തന്നെയാണ്. പിന്നീട് സിദ്ധു കൃഷ്ണ അംശി വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കുറെ ജോലിയും കൂടി ഇല്ലാത്ത കുറെ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോൻ ആംചി ആൻഡ് ദിയാ കൃഷ്ണ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കൂ. ഇങ്ങനെയാണ് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ എന്തോ ആണെന്ന് പറയുന്നതോ പൈസയും കൊണ്ട് ഇട്ടുകൂടിയിട്ട് ആ സാധനങ്ങൾ എന്തൊക്കെ നിങ്ങൾ മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണെന്ന് പറയുന്നതല്ല ജീവിതം. ഓക്കെ, ഒരു മനുഷ്യരാവുക, അല്ലെങ്കിൽ മണ്ടിൽ ചവിട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നതാണ് ജീവിതം. ഓക്കെ, അത് ജസ്റ്റ് എനിക്ക് ഇവിടെ പറയണം മതി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ കൊണ്ടുവന്നത്. നിങ്ങളിത് കാണണം, വേറെ ആരും കണ്ടില്ല, നിങ്ങളിത് കാണണം, കണ്ടു പഠിക്കുക, എങ്ങനെ ഒരു പരിസരമാവണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ, കാര്യങ്ങളൊക്കെ. നമ്മുടെ താരപുത്രൻ ജീവിക്കുന്നത് ഇതേ രീതിയിലാണ്. ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരുപാട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് ദിയാ കൃഷ്ണനെ പോലെയുള്ള ആൾക്കാരൊക്കെ. ഓക്കെ, ഞാൻ പിന്നെ കുറേ പൈസക്കാരനൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ അന്ന് പറയാം, പൈസ അല്ല
ബാക്കിയുള്ളതൊക്കെയാണ്. പൈസയല്ല, ബാക്കിയുള്ള ഒരുപാട് കാര്യമുണ്ട് ബാലൻസ് ഉള്ള ലൈഫിൽ. പക്ഷെ ഇന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പോലെയുള്ള മിഡിൽ ക്ലാസ് ബോയ്സിന് പൈസ തന്നെയാണ് ഏറ്റവും വലുത്. ആൻഡ് ഈ സിനിമയുടെ ഒരു സാധനം പറയുന്നില്ലേ, ഈ സിനിമ സ്വപ്നം കണ്ട് നടന്ന് ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രഗിളും അനുഭവിച്ചിട്ട് എങ്ങും എത്താതായി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. അത് അമ്മാതിരിയാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം.